എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കിടിലം റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ സ്നാക്ക് റെസിപ്പിയാണ് ഷവർമ പോള. വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പേര് പോലെ തന്നെ ഷവർമയുടെ അതേ ടേസ്റ്റും പക്ഷേ ഡിഫറെൻ്റ് ഒരു ലുക്കിലുമാണ് ഈ സ്നാക്സ് വരുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ കൊടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് നമ്മളുടെ മയോണൈസിൻ്റെ സെയിം സ്റ്റെപ്സ് ആണ്. അപ്പോൾ ഞാനിവിടെ 4 ഫുള്ളായിട്ടുള്ള കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ദെൻ അതിലേക്ക് നമ്മളൊരു 4-5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി, സൊർക്ക അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ട് അല്പം ഓയിൽ, ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കുക. എല്ലാത്തിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് നോക്കിക്കോളാം. നെക്സ്റ്റ് നമ്മളിതിലേക്ക് പിന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ മയോണൈസിൻ്റെ സെയിം തിക്നെസ് അല്ല കേട്ടോ ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മൾ പാൽ ആഡ് ചെയ്ത കാരണം ഇത് കുറച്ച് ലിക്വിഡായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പാലില്ലെങ്കിൽ 2 കോഴിമുട്ട എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നെക്സ്റ്റ് നമ്മളിതിലേക്ക് 5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ദെൻ പാകത്തിന് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ടേസ്റ്റിന് ചേർത്ത് കൊടുത്തിട്ട് ഇത് എഗെയിൻ നമ്മൾ മൂടി വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പം നമുക്കൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ബാറ്റർ കിട്ടുക. മയോണൈസിൻ്റെ ലുക്ക് ഇല്ലെങ്കിൽ പോലും സെയിം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കുമ്പോൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതേ കൺസിസ്റ്റൻസിയാണ് നമ്മളുടെ ബാറ്ററിന്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള അതിൻ്റെ വെജിറ്റബിൾസ് നോക്കാം. അപ്പോൾ ഇത് വെജിറ്റബിൾസ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 സവാള മീഡിയം സൈസ് മുറിച്ചത്, പിന്നെ അതിലേക്ക് പാകത്തിന് പച്ചമുളക്, ഒരു 4-5 പച്ചമുളക് നിങ്ങളുടെ എരിവിന് അനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ദെൻ കുറച്ച് ക്യാബേജ്, ഒരു തുണ്ട് ക്യാബേജ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളൂ. ക്യാബേജ് വല്ലാതെ ഇഷ്ടമില്ലാത്ത കാരണം, പക്ഷെ നമുക്ക് ഷവർമയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്തായാലും ക്യാബേജ് ഇട്ട് കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ കുരുമുളകും ഉപ്പും വിനാഗിരിയും ചേർത്തിട്ട് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ട്. അത് നമ്മളിങ്ങനെ കൈകൊണ്ട് പൊടിച്ചിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ട് അല്പം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ചിക്കനിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ ഇതെല്ലാതും തമ്മിൽ നമ്മൾ കൈകൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഞരടി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്താലും മതിയാവും. അപ്പോൾ നമ്മളുടെ വെജിറ്റബിൾ സെക്ഷൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിതിൻ്റെ ലെയറിങ് ആണ്, ഫൈനൽ സ്റ്റെപ്പാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാനെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരു സ്റ്റെപ്പും ഇവിടെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളണം കേട്ടോ വീഡിയോ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ലെയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റവ് ഓൺ ആക്കുക. ദെൻ അതിൻ്റെ മുകളിലോട്ട് ഒരു മൂടി വെച്ച് കൊടുക്കുക, അലുമിനിയത്തിൻ്റെ എന്തിൻ്റെങ്കിലും ഒരു മൂടി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാൻ ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെക്കാണ് നമ്മൾ ഓരോ സംഭവങ്ങൾ ലെയർ ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററി 2 ഗ്ലാസ്സിലേക്ക് ഈക്വലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒഴിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാനിൻ്റെ ബേസിലോട്ട് അല്പം വെളിച്ചെണ്ണ എന്തെങ്കിലും തേച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തോട്ടും ഒരേപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അടിയിൽ പിടിക്കാതിരിക്കാനും കരി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ എന്തെങ്കിലും പുഡിങ് ഉണ്ടാക്കുമ്പോഴൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഗ്രീസിങ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ 2 ഗ്ലാസ്സിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ബാറ്റർ. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിലത്തെ ബാറ്റർ എടുത്തിട്ട് ഇതിൻ്റെ ബേസിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ സൈഡുകളിൽ നിന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തോട്ടും ഒരേപോലെ കിട്ടും. ഇത് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തോട്ടും ഒരേപോലെ ആക്കി കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം മാത്രമേ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം അതിൻ്റെ ബേസ് ഒന്ന് ഉറപ്പാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസും ചിക്കനും തമ്മിലുള്ള ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, ഷവർമയുടെ ആ മിക്സ്ചർ, അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തോട്ടും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷവർമയുടെ മിക്സർ ഇട്ട് കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഗ്ലാസ്സിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്റർ ഇതിൻ്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തോട്ടും ഒരേപോലെ വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരേ ഭാഗത്തോട്ടും ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തോട്ടും ഒരേപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തോട്ടും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മൂടി യൂസ് ചെയ്തിട്ട് അത് അടച്ചു വെക്കുക. മിനിമം ഒരു 30 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ നമ്മൾ ഇതേപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് കണ്ടില്ലേ, ഇതേപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് 30 മിനിറ്റ്സ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കൊള്ളട്ടോ. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ നെക്സ്റ്റ് തിരിച്ചിട്ടാണ് ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു തക്കാളിയും ഒക്കെ, പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ്ങിൻ്റെ കുറച്ച് ഭാഗം ഞാനതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്.
അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ പോള നിങ്ങൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഷവർമയുടെ സെയിം ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഷവർമ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തയ്യാറാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക് യു.